നമസ്കാരം. നമസ്കാരം. നാടകത്തിൻ്റെ ഒരു റിഹേഴ്സലായിരുന്നു. എന്താ വന്നത് സാറേ? എൻ്റെ പേര് മൊയ്തു എന്നാണ്. ഇത് എൻ്റെ ഭാര്യ സൂറ. ശരി. ഇവളെ അക്കൗണ്ടിൽ നിന്ന് കുറച്ച് പൈസ ആരോ പിൻവലിച്ചിട്ടുണ്ട്, ഞങ്ങൾ അറിയാണ്ടേ. കുറച്ച് നേരം ഒരു 10-15 ലക്ഷം ഉറുപ്പ്യ ഉണ്ട്. 15 ലക്ഷം ഉറുപ്പ്യ? അത് എങ്ങനെ? ആ കൂട്ടിലൊക്കെ കേറിയിട്ട് ഇതൊന്നും ടൈപ്പ് ചെയ്യാന്ന് അറിയാത്തോണ്ട് അത് ശീലമില്ല. പിന്നെ ആരോ ഉപയോഗിച്ചത്? അത് എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, വീട്ടിനടുത്ത് അയൽവാസിയാണ്, ഉണ്ണിയെന്നാ പേര്. അപ്പോൾ ഓൻ്റെ അടുത്ത് 5-10 പറയുമ്പോൾ ഓൻ അതെടുത്ത് കൃത്യമായിട്ട് കൊണ്ടുകൊടുക്കും. റെസിപ്റ്റ് തരലുണ്ടോ? ഇടക്കൊക്കെ കൊണ്ടുവരും. ഞാൻ പറഞ്ഞ അതൊന്നും വേണ്ടക്ക്, അതൊന്നും നോക്കിയാലും അറിയില്ല, പിന്നെന്തിനാന്ന്. വിശ്വാസത്തിന്റെ പുറത്താണ് സാറേ. എടാ ചങ്ങായി, 10-15 ലക്ഷം ഉറുപ്പ്യ അക്കൗണ്ടിൽ ഇട്ടിട്ട് അത് ഇത്ര ഉളുപ്പുണ്ടോ? അതെനിക്ക് ഉണ്ടോ? ഈ 15 ലക്ഷം ഉറുപ്പ്യ അക്കൗണ്ടിലുള്ള എൻ്റെ ATM കാർഡ് അങ്ങോട്ട് കൊടുക്കുക, എന്നിട്ട് അതിന്റെ റെസിപ്റ്റ് ഉണ്ടാ ചോദിച്ചാൽ അതും ഇല്ല. നിങ്ങളുടെ കാര്യനെ കുറിച്ച് നിങ്ങൾക്ക് എൻ്റെ ഒരു വില ഇല്ല. സംഭവം ഞാൻ ദുബായിലേനി. അപ്പൊ ഞാൻ ദുബായിൽ നിന്ന് ഇങ്ങനെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞ ചങ്ങാടെ പേരെന്താണ്? ഉണ്ണി. ആ ചങ്ങാടെ അടുത്ത് നിങ്ങൾ ചോദിച്ചോ? ഓനെടുത്തില്ല എന്നാ പറയണേ. എടാ ചങ്ങായി, കായ് എടുത്ത ആളെ ആരാ പറയാ ഞാൻ എടുത്തെന്ന്? ആരെങ്കിലും പറയോ? ഓനെവിടെ? ഓനെന്താ കൊണ്ടുവരാഞ്ഞ്? ഓന് പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ പേടിയാ. നിങ്ങൾ ഈ അക്കൗണ്ടിൽ കായ് ഇട്ടിട്ട് ആ കായ് നേരെ നോക്കാൻ പറ്റാണ്ട് അതിന്റെ ATM കാർഡ് വേറെ ഒരുത്തിന് എടുത്തു കൊടുക്കുക, എന്നിട്ട് അവൻ പോലീസ് സ്റ്റേഷനിൽ വരാൻ പറയുമ്പോൾ അവന് പേടിയാന്ന് ഉറപ്പെന്നാ അതും ആയിക്കോട്ടെ, നിങ്ങൾ സൗകര്യം ചെയ്ത് കൊടുത്ത്. ആ റെസിപ്റ്റ് ചോദിച്ചാൽ അതും വേണ്ട നിങ്ങൾ തന്നെ പറഞ്ഞു കൊടുത്ത്. പിന്നെ ഒരാൾക്ക് സുഖല്ലേ മോഷ്ടിക്കാന്? സാർ, ബാങ്കിൽ നിന്ന് മാനേജർ പറഞ്ഞതേ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കംപ്ലൈന്റ് കൊടുക്കാൻ. ഏതാ ഞങ്ങൾ വന്നത്. അതെന്നെ പറഞ്ഞേ, വെറുതെ നിങ്ങളുടെയിലൊക്കെ ഉള്ള വിഡിത്തത്തിന് പരാതി കൊടുക്കാൻ ഒരു സ്ഥലം അത്. ഒരു കാര്യം ചെയ്യ, എന്താ ഓന്റെ പേരെന്താ പറഞ്ഞേ? ഉണ്ണി. ഈ ഉണ്ണിയുടെ ഫോട്ടോ എല്ലാം ഉണ്ട് അങ്ങനെ? ഫോട്ടോ ഉണ്ട്, അത് കാണിക്ക്. ഫോട്ടോ കാണിച്ചു. വളരെ കാര്യങ്ങളുണ്ടാക്കും. ഇതിപ്പോ 15 ഓൻ തന്നെ കൊണ്ടുപോയിക്കണം. അവന്റെ ആ ചെരുവിലുണ്ട് അത്, ആ അവലക്ഷണം. ഒരു കാര്യം ചെയ്യ, ഒന്നിന് ഓനെ കൊണ്ടുകൊണ്ട് വരിക. ഇനി ഓനക്ക് പേടിയാച്ചാലേ ഓന്റെ ഫോൺ നമ്പറും അഡ്രസ്സൊക്കെ അങ്ങോട്ട് തായോ. പൈസ ഇപ്പൊ കിട്ടായിരിക്കും. അത് ഞാൻ അങ്ങടേന്ന് കടം മേടിച്ചിട്ടുണ്ടോ? ഇത് അന്വേഷിക്കട്ടെ കേട്ടോ. ഓളതിന്ന് പോയതിന്റെ ദണ്ണാണേ. ഇതിപ്പോ കോമൺ ആയിട്ടുള്ള എന്തെങ്കിലും മോഷണം കാണിച്ച് നമുക്കത് അന്വേഷിച്ചിട്ട് അത് കണ്ടുപിടിക്കാൻ പറ്റും. അതല്ല ഈ നെറ്റ് വഴിയൊക്കെ ഉള്ള വല്ല ചൂഷണങ്ങളൊക്കെ അങ്ങനെയൊക്കെ നടക്കലുണ്ട്. അതൊക്കെ ആണെങ്കിൽ പിന്നെ സൈബർ സെല്ല് വഴിയൊക്കെ അന്വേഷിച്ച് പിടിച്ചിട്ടൊക്കെ വേണം. അതൊക്കെ കുറെ സമയം എടുക്കും. നിങ്ങൾ വിചാരിക്കണ കാര്യമൊന്നും എളുപ്പമല്ല. നിങ്ങളപ്പോൾ ഒരു കാര്യം ചെയ്ത് പരാതി എഴുതി കൊടുക്കണം. ഈ കാര്യം ഈ ആവശ്യപ്പെട്ടിട്ടേ. എവിടെ കൊടുക്കണം? ഇവിടെ റൈറ്റർ ഇരിക്കണ്ടല്ലോ, മൂപ്പരുടെ അടുത്ത് ഒരു പരാതി എഴുതി കൊടുക്കുക. ശരി കേട്ടോ. എന്നാ ഒന്ന് അന്വേഷിക്കട്ടെ. എന്നാ ശരി, ഇതാ പോയിക്കോളൂ. പിന്നെ ഇല്ലാതെ ആൾക്കാരെ ഒരു കായ് കൊടുത്തിട്ട് ബാക്കിയുള്ള ഒരാവശ്യങ്ങൾക്ക് കായും കിട്ടണില്ല. നല്ല സ്ഥലമാണ്, അതിന് വേറെ കാര്യമൊന്നും പറയണ്ട. പാടം നികത്തിയൊന്നുമല്ല, നല്ല ബെസ്റ്റ് സ്ഥലമാണ്. വേണ്ടേ? നല്ല കണ്ണായ സ്ഥലമാണ്. വേണമെങ്കിൽ ടോക്കൺ കേട്ടോ, ഇല്ലെങ്കിൽ വേണ്ട. അങ്ങനെ വെക്ക്. മൊയ്തു, മൊയ്തു. അല്ലപ്പാ, നിങ്ങൾ ഒരു കാര്യം, ഒരു വസ്തുവിന് അഡ്വാൻസ് കൊടുത്തിട്ട് ഒന്നും ചെയ്യുന്നില്ല. അത് എനിക്കറിയില്ല, അക്കാനോട് ചോദിക്കണാവും നല്ലത്. ഇടില്ലേ? ഉണ്ട്. വിളിക്ക്. ഇതൊക്കെ ഇപ്പൊ വരൂ. അല്ല മൊയ്തു, ഒരു സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തിട്ട് നിങ്ങൾ എന്താ രജിസ്റ്റർ ചെയ്യാതെന്ന്? മിനിയാ നിങ്ങൾ പൈസ തരാമെന്ന് തന്നില്ല. എന്നിട്ട് ഞാൻ ഫോൺ വിളിച്ചു, ഫോൺ എടുക്കുന്നില്ല. ഇന്നിപ്പോൾ നിങ്ങൾ പൈസ തരാറുണ്ട്, ഇന്ന് തരണം പൈസ. ആ സ്ഥലത്തിനാണെന്ന് ഒരുപാട് ആളുകൾ ആവശ്യപ്പെട്ട് വരുന്നുണ്ട്. കച്ചവടം നടക്കും. ഞാൻ മനഃപൂർവ്വമല്ല, ഞാനേ ചെറിയൊരു പ്രശ്നത്തിൽ കുടുങ്ങിയിട്ടുണ്ട്. എന്ത്? പൈസേൻ്റെ റോളിങ്ങിൽ ഞാൻ ഇവളുടെ അക്കൗണ്ടിൽ ഒരു 15 ഉറുപ്പ്യ ഉണ്ടായിരുന്നു. ആ 15 ഉറുപ്പ്യ ഇവളുടെ അക്കൗണ്ടിൽ നിന്ന് കാണുന്നില്ല. എങ്ങനെ പോയി? എങ്ങനെ പോയെന്ന് അറിയില്ല. അപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക. അതാരെടുത്ത്? അതാണ് അറിയാത്തത്. ആ 15 ഉറുപ്പ്യ പിന്നെ എൻ്റെ കയ്യിൽ ഒരു 15 ഉറുപ്പ്യ ഉണ്ട്, എല്ലാം കൂടി ആയിട്ടാണ് ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ പൈസ കിട്ടാത്തതിൻ്റെ ഒരു ടെൻഷനിൽ നിൽക്കാൻ ആകെ തലക്ക് പ്രാന്ത് പിടിച്ചിട്ടാണ് നിൽക്കണേ. ഒരു ഗൾഫുകാരനായിപ്പോൾ എനിക്ക് കടം ചോദിക്കാൻ പറ്റൂല. മൊയ്തു, അതൊരു കണ്ണായ സ്ഥലമാണ്, അത് നഷ്ടപ്പെടും. ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നു പോയി. ഇപ്പം അത് പോവാണെ പോട്ടെ, ടോക്കൺ അഡ്വാൻസും പോട്ടെ, എനിക്കത് വിരിച്ചിട്ടില്ല. അല്ലാണ്ട് എന്താ പറയുക? ഹലോ
ആ സാർ അതെ ആ സാർ ഞാൻ സ്റ്റേഷനിലേക്ക് വരാം ആ ഓക്കെ സാർ ഇപ്പോൾ വരാം രാഘവട്ടാ ആ പൈസ എടുത്തോനെ കിട്ടിയിട്ടുണ്ടെന്ന് ഓൻ സ്റ്റേഷനിലുണ്ടെന്ന് ഞങ്ങളോട് പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് ചെല്ലാം ഞാൻ രാഘവട്ടെ വിളിക്കാം എന്നാ ഞാൻ പോവാം. നീ പെട്ടെന്ന് ഡ്രസ് ആ സാറേ അത് കിട്ടിയിട്ടുണ്ട് ഓ ആ ഉടനെ തന്നെ കോടതിയിൽ ഹാജരാക്കും ആ 90 മുതലൊക്കെ ആ ഓക്കെ സാർ ശരി ഇരിക്കും സാറേ എവിടെ ആളെ കിട്ടിയെന്ന് ഒരാളെ കിട്ടിയിട്ടുണ്ട് നമുക്ക് വിളിപ്പിക്കാം നിങ്ങളുടെ കയ്യിലേ 9947284141 എന്ന് പറഞ്ഞൊരു നമ്പർ ഉണ്ടോ? അതിന്റെ പഴയ നമ്പറാണ്. പഴയ നമ്പറാണോ? ഇപ്പൊ ഇല്ല കയ്യില്? ഇല്ല. ഉപയോഗിക്കലില്ല? ഇല്ല. എത്ര കാലമായി ഉപയോഗിക്കാണ്ട്? ഒരു 10 മാസത്തിൽ കൂടുതലായി. ഇതിപ്പോ ആ നമ്പർ ആരാ ഉപയോഗിക്കണെന്ന് അറിയോ നിങ്ങക്ക്? അത് ഏതോ ഒരു കുരുത്തം കെട്ടോനാ. ആ അത് ഇന്റെ എത്താന്റെ മോള് ഇന്റെ നമ്പറാണെന്ന് ഓർത്തിട്ട് അതിലേക്ക് വിളിച്ച് പിന്നുണ്ട് ഓൻ ഇങ്ങോട്ട് വിളിക്കുക മെസ്സേജ് അയക്കുക അങ്ങനെയൊക്കെ ആയിട്ട് ആ നമ്പർ ഓള് ബ്ലോക്ക് ചെയ്ത്. ഇതൊക്കെ തന്നെയാണ് പ്രശ്നം. അത് എന്താ സംഗതി വെച്ചോ, നിങ്ങളൊരു ഫോൺ നമ്പർ എടുത്ത് നിങ്ങളിപ്പോ ഈ ബാങ്കിൽ KYC പ്രകാരം നിങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുമ്പോ അതിൽ ഫോൺ നമ്പർ കൊടുക്കുമല്ലോ. അപ്പൊ ആ ഫോൺ നമ്പർ നിങ്ങൾ കൊടുത്തിട്ടുള്ള നമ്പർ ഇപ്പൊ ഇതാണ്. നിങ്ങളുടെ ഈ പഴയ നമ്പർ ഇല്ലേ അത് നിങ്ങൾ കൊടുത്തിട്ടുള്ളത്. അതെന്താ ഈ നമ്പർ മാറ്റാൻ കാരണം? അത് വേറൊരു കമ്പനീന്റെ നല്ല ഓഫർ കിട്ടി, DL സിം കിട്ടണത്. അപ്പൊ ഒന്നും ഉമ്മാക്കും ഒന്ന് എനിക്ക് എടുക്കാല്ലോ വെച്ചിട്ട് അതാക്കിയതാ. അത് ശരി. ഒന്നും കുഴപ്പമില്ല. പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ നിങ്ങൾ ആ നമ്പർ ഒരു 5-6 മാസം ഉപയോഗിക്കാണ്ടിരുന്നാലേ ആ ഫോൺ കമ്പനിക്കാർ അത് പുതിയ കസ്റ്റമർ വരുമ്പോ ആ നമ്പർ വേറെ ആൾക്ക് കൊടുക്കും, പുതിയ കസ്റ്റമറിന് കൊടുക്കും. മനസ്സിലാണ്ടോ? അപ്പൊ നിങ്ങളുടെ ആ പഴയ നമ്പർ ഇപ്പൊ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇയാളാണ്. ഈ വ്യാജാതെന്ന് പറഞ്ഞ ആളൊക്കെ ഉപയോഗിക്കണത്. അത് എങ്ങനെയാണ് ആ തട്ടിപ്പ് നടത്തിയതെന്ന് പറഞ്ഞു കൊടുത്ത്. ഏതിന്റെയാണ് സാറേ? ഏതിന്റെ ഇപ്പൊ എത്ര ഉണ്ട് എന്റെ മോഷണം? ഗൂഗിൾ പേ സ്റ്റിക്കർ ഒട്ടിച്ചതാണോ അല്ലെങ്കിൽ? കൊറേ ഉണ്ടേ. അതെ ഇപ്പൊ ഇവരുടെ കായ് തട്ടിയെടുത്തല്ലോ ഈ 15 ലക്ഷം കിട്ടിയതാണ് സാറേ. അതെ എനിക്ക് കിട്ടിയത് പോരാ. എനിക്ക് അത് ശരിയാക്കിയാരാ. ഈ ആ കായ് എടുത്തതിൻ്റെത് എങ്ങനെയാണ് എടുത്തതെന്ന് പറഞ്ഞു കൊടുക്കും. സാറേ ഞാൻ ലാസ്റ്റ് എടുത്ത സിം ഉപയോഗിച്ചത് മാഡമാണ്. മാഡം ബാഗിൽ നിന്ന് പൈസ എടുക്കുമ്പോഴും ഇടുമ്പോഴും എനിക്ക് മെസ്സേജ് വരും. ആ OTP ഉപയോഗിച്ചാണ് സാറേ ഞാൻ ഈ പൈസ എടുത്തത്. അതെ അതൊന്നും വേണ്ട. 15 ലക്ഷം നിങ്ങൾ സൂക്ഷിക്കാത്ത നോണ പറയല്ല സാറേ. 1490. ഞങ്ങളെക്കാട്ടി കണക്കുണ്ടോ അവർക്ക്? അതൊക്കെ നമുക്ക് സംസാരിക്കാം, അത് ശരിയാക്കാം. അതേ ഇപ്പൊ സംഗതി എന്താന്ന് മനസ്സിലായോ നിങ്ങള്? ഈ KYC പ്രകാരം KYC എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായോ? നോ യുവർ കസ്റ്റമറിനെ അറിയുക. അതായത് നിങ്ങൾ ഒരു ബാങ്കിൽ ചെല്ലുമ്പോ നിങ്ങളെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽ അവർ ചോദിക്കും. അപ്പൊ അതിന്റെ എല്ലാ ഫുൾ എവിഡൻസും നിങ്ങൾ കൊടുക്കുമല്ലോ. അതിന്റെ കൂട്ടത്തിൽ നിങ്ങളെ ഫോൺ നമ്പറും കൊടുക്കും. അതാണ് അവിടുത്തെ നമ്പർ. നിങ്ങളുടെ ഡീറ്റെയിൽ നിങ്ങളെ അറിയിക്കാനുള്ള നമ്പർ അവരുടെ കയ്യിൽ നിങ്ങൾ കൊടുക്കണ ഫോൺ നമ്പറാണ്. ആ ഫോൺ നമ്പർ നിങ്ങൾ മാറ്റി അത് ബാങ്ക് ഇട്ട് അറിഞ്ഞിട്ടുമില്ല, നിങ്ങളിട്ട് അറിയിച്ചിട്ടുമില്ല. ഇപ്പൊ നിങ്ങളുടെ ആ പഴയ നമ്പറിലേക്കാണ് നിങ്ങളുടെ ബാങ്കിൽ എന്ത് ട്രാൻസാക്ഷൻ നടന്നാലും മെസ്സേജുകൾ വരിക. അപ്പൊ അതൊക്കെ മൂപ്പരിക്കാണ് കിട്ടുന്നത് ഇപ്പോ. അപ്പൊ ആ മെസ്സേജിന്റെ ലിങ്കിൽ കയറിയിട്ട് ഓരെന്ത് ചെയ്ത് ഫോർവേഡ് പാസ്വേഡ് അടിച്ചു കൊടുത്ത്. അപ്പോ ഈ പാസ്വേഡ് അവിടെ അടിച്ച് കിട്ടിയപ്പോ അവരെന്ത് ചെയ്തു? വെരിഫിക്കേഷൻ കോഡ് അയച്ചു കൊടുത്തു. ആ കോഡ് ഉപയോഗിച്ച് നെറ്റ് ബാങ്കിങ്ങിലൂടെ നിങ്ങൾ കായ് അടിച്ചു മാറ്റി. കറക്റ്റ് ഉണ്ടാക്കണ അവിടെ നമുക്ക്